എംബ്രോയിഡറി നെക്ക് വെക്കുമ്പോൾ കഴുത്ത് തീരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു പരാതി പലതും പറയുന്നുണ്ട്. എംബ്രോയിഡറി നെക്ക് വെച്ച് തന്നെ അടിക്കും വേണം, എന്നാലും അത് കഴുത്ത് അങ്ങനെ മുകളിലോട്ട് കയറി പോവുക. അതുപോലെ അടിഭാഗത്തേക്കുള്ള ഷിബുള്ളത് വെക്കുമ്പോൾ വളഞ്ഞു പോവുക. ആ നെക്കുമ്മലുള്ള അതിനേക്കാളും ഇറക്കം കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? എംബ്രോയിഡറി നെക്ക് വെക്കുമ്പോൾ ഷോൾഡറിൻ്റെ നീളവും വീതിയും കൂട്ടണോ? അടിഭാഗത്തേക്കുള്ള നെക്കാണോ അതോ മുകൾ ഭാഗത്തേക്കുള്ള നെക്കാണോ നല്ലത്? എംബ്രോയിഡറി നെക്ക് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് എത്ര കൂട്ടണം അല്ലെങ്കിൽ കുറക്കണോ? എംബ്രോയിഡറി നെക്ക് വെക്കണോണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണ്? ഈ എംബ്രോയിഡറി നെക്കിൻ്റെ വിഷയത്തിൽ നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുള്ള ഡൗട്ടുകളാണ് ഇതെല്ലാം. ഒരുവിധം പേർക്കൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാലും പിന്നെയും അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഹെൽപ്പാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കണേ. കൂടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നാളെ ശനിയാഴ്ചയാണ്. ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം വേണമെന്ന് പറഞ്ഞിരുന്നവർക്കൊന്നും മുഴുവൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് വേണമെന്ന് പറഞ്ഞവരൊക്കെ എന്ത് ചെയ്യുക, ഇന്ന് ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അഡ്രസ്സ് കാര്യങ്ങൾ അയക്കുക. അപ്പോൾ എംബ്രോയിഡറി നെക്ക് വെക്കുമ്പോൾ അടിഭാഗം വളയണ്, ഷിബിൻ്റെ ഭാഗം വളയണെന്ന് പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ചെയ്യുക. ആദ്യം നെക്ക് അടിച്ചിട്ട് ഷിബിൻ്റെ ഭാഗം കട്ട് ചെയ്താൽ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം ഒപ്പം പിടിക്കുക, നടുഭാഗം ഒപ്പം പിടിച്ചിട്ട് കട്ട് ചെയ്യുക. ഇതിങ്ങനെ ഉൾഭാഗത്തേക്ക് മടക്കി അടിച്ചാൽ മതി. ഇങ്ങനെ ഷിബ് ഒപ്പം വെക്കുക. എന്നിട്ട് ഷിബിനേക്കാൾ 1 ഇഞ്ച് വലിപ്പം കൂട്ടിയാൽ മാത്രം മതി. നൈറ്റിൻ്റെ പ്രൈസ് ടാഗൊക്കെ എൻ്റെ ഒരു കാന്താരി ഉണ്ട് ഇവിടെ, അതെടുത്തിട്ട് ഒട്ടിക്കേണ്ടതാണ്. ചുമരുമ്മലും ഒക്കെ ഇത് ഒട്ടിക്കേണ്ട പണിയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു കാലും വേണ്ട അതിൻ്റെ ഇങ്ങനെ മടക്കിയിട്ട് നെക്കിലടിച്ചാൽ മതി. ഏറ്റവും നല്ലത് നമ്മൾ മുകൾ ഭാഗത്തേക്കുള്ള നെക്ക് വാങ്ങേണ്ടതാണ്. പക്ഷേ കുറച്ച് വയസ്സുള്ളവർക്ക് അടിഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കേണ്ടി വരും. ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളത് ഈ മുകൾ ഭാഗത്ത് മാത്രമായിട്ടുള്ള നെക്കാണ്. അതിനാണ് ഇവിടെ കൂടുതലും ആവശ്യക്കാർ വരും. ഇനി അതിൻ്റെ കയ്യിൽ നിന്ന് നെക്ക് പർച്ചേസ് ചെയ്യുന്നവരും മുകൾ ഭാഗത്തേക്കുള്ളത് മതി എന്നാണ് പറയുക. ഒന്നും കൂടെ ഒന്ന് ഹെവി ആയിട്ട് തോന്നും ഇങ്ങനെയുള്ള നെക്കുകളാവുമ്പോൾ. ഇതിൻ്റെ ലാസ്റ്റ് എംബ്രോയിഡറി നെക്ക് എങ്ങനെയാണ് അടിക്കുക എന്നുള്ളതിന് ഒരു സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട്. അതറിയാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അറിയണവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാമെന്ന് മാത്രം. ചിലരൊക്കെ ചില വീഡിയോ ഇടുമ്പോൾ പറയുക എന്താ വെച്ചാൽ എംബ്രോയിഡറി നെക്കിന് ഇറക്കം കുറവായതുകൊണ്ട് ഒരുവിധം പേരൊക്കെ കംപ്ലൈൻറ്റ് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ എംബ്രോയിഡറി നെക്കുമ്മൽ ഇറക്കം കുറവാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഈ നടുഭാഗത്തുണ്ടാവും ഈ ബ്ലാക്ക് പീസ്. ആ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെറിയ കഷ്ണാക്കിയിട്ട് ഇതാ ഇങ്ങനെ ഇതിലടിച്ചിട്ട് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ടൊന്നും കൂടി പതിച്ചടിച്ചു കൊടുത്താൽ അതറിയാം. 2 ഭാഗത്തും ഒരേ വലിപ്പമുള്ളത് വേണം വെച്ചിട്ട് അടിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് എത്രയാണോ ഹൈറ്റ് കൂട്ടേണ്ടത്, ഇതൊരു ഏകദേശം ഒരു 5.5-5.25 ഉണ്ടാവുള്ളൂ ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം. ഒരുവിധം മിത്തമാർക്കൊക്കെ ഇത് പാകാവും, ചിലർക്ക് പക്ഷേ ഈ ചേച്ചിമാർക്ക് കുറച്ച് ഇറക്കം വേണ്ടി വരും. അങ്ങനെയുള്ളവർ നെക്ക് ഇറക്കില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റും. ഒരുപാട് കുറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 8 ഇഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, 7.5-8 വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഇത്രയും ഹൈ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഹൈറ്റ് എടുക്കണ്ട, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര എടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ റൗണ്ട് നെക്ക് വെക്കുമ്പോൾ മാത്രം ഫ്രണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ബാക്കിലേക്ക് എന്ന് പറയേണ്ടത്, അതിനുള്ളതാണിത്. 2 ഭാഗവും എന്ത് ചെയ്യുക, ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ പീസൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി പീസ് വെക്കണില്ലെങ്കിലും എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് ഇത്തിരി ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലെ നമ്മൾ സാധാരണ ഷോൾഡർ ചെയ്യണ പോലെ തന്നെ നമ്മളെന്താ പിന്നെ ഷോൾഡറിൽ മാത്രം കട്ട് ചെയ്യുന്നിട്ട് നെക്കിൻ്റെ അവിടെ അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുമ്പോഴാണ് ഇങ്ങനെ വരിക. ഇനി എംബ്രോയിഡറി നെക്ക് വെക്കണതിൻ്റെ സംശയത്തിനുള്ളതാണിത്. അതിൻ്റെ അറ്റത്തുള്ളതൊക്കെ ഉൾഭാഗത്തേക്ക് മടക്കിയിട്ട് നമ്മൾ അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ചീത്ത ഭാഗം വെക്കുക. അതുപോലെ തന്നെ ചീത്ത ഭാഗം ഫ്രണ്ടിലോട്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ നെക്കും വെക്കുക. നമ്മളിങ്ങനെ കട്ട് ചെയ്തത് ചുറ്റുഭാഗം ആദ്യം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം എന്നില്ല, ഇനി എളുപ്പത്തിന് അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ മറിച്ചടിക്കുക. എന്നിട്ട് അതിൻ്റെ കഴുത്ത് ഭാഗം ആദ്യം അടിക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ മറിച്ചടിക്കുക. അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇങ്ങനെ ചുരിദാറിനൊക്കെ ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അതിങ്ങനെ നല്ല ഭാഗത്തേക്ക് മറിച്ചടിക്കുക. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ അറ്റഭാഗത്ത് നമുക്ക് പൈപ്പിങ് വെച്ചിട്ട് ഒന്നും കൂടി ഹെവി ആക്കിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ ലെവലാക്കണമെന്നില്ല. ഇനി അഥവാ നല്ല ക്യാഷ് കിട്ടും, നല്ല ഹൈ ടോപ്പ് ടീമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അവരൊന്നും കൂടി സോപ്പാക്കാൻ വേണ്ടിയിട്ട്
നമ്മളെ കസ്റ്റമറിൻ്റെ ഡീല് പോലെ ഇരിക്കും. ചിലർ 36 കളിച്ചുകൊണ്ട് അങ്ങനെ വേണോ വേണ്ടോന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ അതാ മറിക്കുമ്പോൾ അതാ ഇങ്ങനെയാണ് വരിക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, ആദ്യം കഴുത്തിൻ്റെ ഈ ഭാഗം, ഇപ്പോഴൊന്നും ഷിബ് കട്ട് ചെയ്യണ്ട, ഈ ഭാഗം ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. ഷിബ് ആദ്യം കട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഷിബ് വളയണ് തിരിയണ് എന്നൊക്കെ പറയണം. അതുകൊണ്ടാണ് ഇത് മുഴുവനാക്കി അടിച്ചതിന് ശേഷം ഷിബ് വെക്കേണ്ടതാണ് നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലെവലിൽ കിട്ടുന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഷിബ് വെച്ചെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഭാഗം അതാദ്യം അടിച്ചെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. പക്ഷേ ലെവലാകാത്തവർക്ക് ഏറ്റവും നല്ലത് ഈ ഭാഗം ഇങ്ങനെ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുക്കുക. വലിച്ച് പിടിച്ചിട്ട് അടിക്കുക. ഈ വളവും ചിരിവൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ ഒരു പൊള്ളിച്ച പോലെ ഉണ്ടാവും. ആ ഒരു ഭാഗം ശ്രദ്ധിക്കുക. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. എംബ്രോയ്ഡറിനൊക്കെ ഏറ്റവും സിമ്പിളാണ്. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 290 തന്നെ ഒരുവിധം ഫുൾ സ്ലീവൊക്കെ കിട്ടും. ഇതപ്പോൾ 2 ഭാഗവും അടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഷിബ് വെക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക. അതിങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഷിബ് വെക്കാൻ എന്ത് ചെയ്യുക, ചിലപ്പം നമുക്ക് മോൾ ഭാഗത്താക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു പീസ് ഇങ്ങനെ ആദ്യം നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷിബ് ഇങ്ങനെ വെക്കുക. അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് മുകൾ ഭാഗം അടയാളപ്പെടുത്തി വെക്കുക. അതാ ഇതിൻ്റെ ഈ ഷിബിൻ്റെ ഒരു 1.5, നമ്മുടെ ഈ കയ്യിലുള്ള ഷിബിൻ്റെ 1.5 ഇഞ്ച് മുകൾ ഭാഗം അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇനി കട്ട് ചെയ്യാതെ മുകളിൽ ഷിബ് വെച്ചിട്ട് അടിച്ചാലും മതി. അപ്പോൾ ഒരു ചെറിയൊരു അടയാളം ചോക്കോണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് അടയാളം വെക്കുക. ഇതിപ്പോൾ എന്നോട് ഉൾഭാഗത്തേക്ക് വെക്കാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരിത്തിരി മടക്കിയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതാ കണ്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഭാഗത്ത് ആ ഒരു ചെറിയൊരു കട്ട് ചെയ്തിട്ടാൽ അത് ഉൾഭാഗത്തേക്ക് നമുക്ക് മടക്കി അടിക്കുമ്പോൾ ചുളിവ് വരില്ല. ഇതാ ഇങ്ങനെയാണ് മടക്കി അടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി നെക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള 3 ഡൗട്ടും ക്ലിയർ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഇതിൽ തന്നെ കമൻ്റായിട്ട് ചോദിക്കുക. പിന്നെ എംബ്രോയ്ഡറി നെക്കിൻ്റെ വെച്ചിട്ട് അടിക്കുമ്പോൾ നമുക്കൊരു 40 രൂപ അതിൽ കൂട്ടാൻ പറ്റും. ഇപ്പോൾ 290ൻ്റെത് ഞാൻ 290, 300 ആ റേഞ്ചിലാണ് സാധാ രീതിയിൽ പൈപ്പിംഗ് ഒക്കെ ആക്കിയിട്ട് കൊടുക്കുക. പ്ലീറ്റഡ് നൈറ്റി ഒക്കെ ആകുമ്പോൾ അത് 320, 300 ആ റേഞ്ചിന് കൊടുക്കും. ഇത് ഇങ്ങനെയുള്ള എംബ്രോയ്ഡറിനൊക്കെ വെച്ചതാകുമ്പോൾ 340, 330 ആ റേഞ്ചിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഹെവി ആവും. പിന്നെ അത്യാവശ്യം നന്നായിട്ട് കയ്യും കിട്ടും. 320 മോഡൽസുകൾ വരാൻ ഭയങ്കര പാടാണ്. വലിയ ഭംഗിയുള്ളതുകൾ കിട്ടൂല. അപൂർവമായിട്ട് മാത്രമേ 320 നല്ല കളക്ഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ പ്രിൻ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ കൈയില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് ഇതാ ഇങ്ങനെയുള്ള എംബ്രോയ്ഡറി വെച്ചിട്ടുള്ളത്. വയസ്സ് ചെന്നോലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ അടിഭാഗത്തേക്കും കൂടി ഉള്ളത് തന്നെ കുറച്ച് തടിയുള്ളവർക്കൊക്കെ നല്ലത് ഇതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. Thank you.